ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഹെയ്റ്റ് സ്പീച്ച് കേസിൽ പി സി ജോർജിന് വീണ്ടും ജാമ്യം. എന്നാൽ ജാമ്യം കിട്ടിയ ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റ് ആണ് കോടതിയെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ്. അതിനു മുൻപായി കോടതി ചില നിബന്ധനകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ജാമ്യം നൽകുന്നതിന് മുമ്പ്. ആ നിബന്ധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലത്തെ ഹെയ്റ്റ് സ്പീച്ച് ഇനി നടത്താൻ പാടില്ല എന്നുള്ള ഒരു കാര്യമാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, 2022 ഏപ്രിൽ ഇതേപോലെ തന്നെ ഹെയ്റ്റ് സ്പീച്ച് നടത്തിയതിൽ പി സി ജോർജിനെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു. അതേപോലെ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ ഹാജരാക്കി ജാമ്യം ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തും ഇതേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ഈ ഒരു കാര്യം ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ട്. എന്നാൽ അതേ കാര്യം തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ആവർത്തിച്ചിട്ടുള്ളത്. എന്നാൽ അതിനും അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ അതിനും ജാമ്യം കൊടുത്തു. അതാണ് പറയുന്നത്, ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യയിൽ ക്രൈംസിന്റെ എണ്ണം ഓരോ ദിവസം കഴിയുന്നതിന് അധികരിച്ചു വരുന്നത്. ക്രൈം റെക്കോർഡ് ബ്യൂറോന്റെ കണക്കുകൾ പ്രകാരം അവരൊരു റിപ്പോർട്ട് പുറത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞിട്ടുള്ളത് ഏകദേശം 35% മുതൽ 45% വരെ ക്രൈംസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്നെങ്കിൽ എക്സ് കൺവിക്റ്റ് ആണ്, അതായത് ഓൾറെഡി പണിഷ്മെന്റ് കിട്ടിയിട്ട് ഇറങ്ങിയ ജയിൽ മോചിതരായിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഇതേപോലെ ജാമ്യം കിട്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ള ആളുകളാണ് വീണ്ടും വീണ്ടും ക്രൈംസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ റീസെന്റ് കേരള ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രഗ് കേസസിൽ ജാമ്യം നൽകുകയും എന്നാൽ വീണ്ടും ഇതേ കേസിൽ ഡ്രഗ് കേസിൽ വീണ്ടും വീണ്ടും ഇതേ ക്രിമിനൽസ് വരുന്നുണ്ട് എന്ന് കേരള ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് കോടതി തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്രൈം റെക്കോർഡ് ബ്യൂറോന്റെ കണക്കുകൾ പ്രകാരവും ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ ശരിവെക്കുന്നതാണ്. അതന്നെയല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പി സി ജോർജിന്റെ ഒരു കാര്യം മാത്രമല്ല, ഒരു മർഡർ കേസിൽ പോലും ജാമ്യം നൽകുന്നുണ്ട്. എന്നാൽ ആ ജാമ്യം കഴിഞ്ഞിട്ട് നമ്മുടെ ചെന്താമര, അതിന് വലിയൊരു എക്സാമ്പിൾ ആണ് ചെന്താമര എന്ന് പറയുന്നത്. പി സി ജോർജിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഹെയ്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത് ഏറ്റവും ഹെയ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആളുകൾ അങ്ങനെ പറയുന്ന വ്യക്തികളെ, ഹെയ്റ്റ് സ്പീച്ച് നടത്തുന്ന വ്യക്തികളെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുക തന്നെ ചെയ്യണം. കാരണം എന്നാൽ മാത്രമേ ഇതുപോലത്തെ ഇൻസിഡൻസ് ഇനി നടക്കാതിരിക്കുകയുള്ളൂ. ഇത് പി സി ജോർജ് മാത്രമല്ല, വേറെ ആരെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കേസുകളിൽ ജാമ്യം നൽകുന്നതിലൂടെ, പ്രത്യേകിച്ചും റിപ്പീറ്റ് ആയിട്ട് ഈ ക്രൈം ചെയ്തിട്ടും ജാമ്യം നൽകുന്നതിലൂടെ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഒരു ബാഡ് ഇംപ്രഷൻ ആയിരിക്കും കോടതിയെ പറ്റിയും ഇവിടുത്തെ നിയമവ്യവസ്ഥയെ പറ്റിയും പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ കോടതികൾ ശ്രദ്ധിക്കുക എന്നൊരു കാര്യമാണ്. പി സി ജോർജ് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ഉടനെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ ഇനിയും പോരാടും എന്നുള്ളൊരു കാര്യമാണ്. എന്ത് പോരാട്ടമാണ് ഇദ്ദേഹം ഇവിടെ നടത്തിയിട്ടുള്ളത്? അതൊന്ന് പറഞ്ഞാൽ നല്ലതായിരുന്നു. ഇതേപോലത്തെ ഹെയ്റ്റ് സ്പീച്ച് ഇനി നടത്തുമെന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്? കോടതിക്ക് പുല്ല് വില കൊടുത്തതിന്റെ തുല്യമാണ് ഇദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. കാരണം ഞാൻ ഇനിയും പോരാടും, പൊരുതും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇനിയും ഇതുപോലത്തെ ഹെയ്റ്റ് സ്പീച്ച് പറയുമെന്നല്ലേ അതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.